നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 3-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 9-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം, അതായത് മേടക്കൂറ്, ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനസഹായം ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കൃത്യമായും ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ അത് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ 3, 4, 5 ദിവസങ്ങളിലൊക്കെ ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത സ്ഥലത്തു നിന്നും ധനപരമായ സഹായമോ അതല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത സ്ഥലത്തു നിന്നും, ആളുകളിൽ നിന്നും, സംഘങ്ങളിൽ നിന്നോ, ഒരു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ, അതുമല്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലുമൊക്കെ വളരെ മുൻപ് ചോദിച്ചിരുന്ന ചില സഹായം ഇപ്പോൾ ഓർക്കാതിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഇവരുടെ ജോലി സംബന്ധമായ കാര്യത്തിലോ ധനപരമായ വരവിൻ്റെ കാര്യത്തിലോ അതുമല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ആ തടസ്സമൊക്കെ മാറി മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടോ ആയിരിക്കാം സംഭവിക്കുക. ഏതായാലും അപ്രതീക്ഷിതമായ ഒരു സഹായം, അനുഗ്രഹമായി ഇവർക്കെത്തുന്നു. അതുപോലെ തന്നെ ഇവരുടെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, പഠനം, ജോലി, ഈ കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവായ ചില അവസ്ഥകൾ ഉണ്ടാകുന്നു. വിദേശത്തു നിന്ന് ധനസഹായമോ വ്യക്തിപരമായ സഹായമോ ബന്ധുക്കളുടെ സഹായമോ ഉണ്ടാകുന്നു. ഇവരുടെ ആശ്രിതർക്ക് വിദേശത്ത് സ്ഥിരമായ ജോലി, അവിടെ മനസ്സന്തോഷത്തിന് സാധ്യത, അവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി, ധനസംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരുടെ തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രവർത്തന സംബന്ധമായ നേട്ടങ്ങൾ, ഔദ്യോഗികമായ ഉയർച്ച, അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് ഇവർക്ക് തന്നെ സ്വയം സംതൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക, ശാരീരികമായ അവസ്ഥകളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പൊതുവെ തൊഴിൽ മേഖലയിൽ ഇവരുടെ പ്രവർത്തനക്ഷമത ഏറ്റവും നന്നായി പരീക്ഷിക്കപ്പെടുകയും അതിൽ വിജയമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ. അതുപോലെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായിട്ട് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ നട്ടെല്ലിനോ അല്ലെങ്കിൽ അരക്കെട്ടിനോ വസ്തിപ്രദേശത്തോ ലോവർ അബ്ഡമിൻ ഭാഗത്തോ അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടയെല്ലിനോ മുട്ടെല്ലിനോ ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്രതീക്ഷിതമായി ഉദര സംബന്ധമായ രോഗമോ ഈ വസ്തിപ്രദേശം, അതായത് പൊക്കിളിന് ചുറ്റും അന്തർഭാഗത്ത്, നട്ടെല്ലിൻ്റെ ഭാഗത്തൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9 ആണ്. അതുപോലെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര, ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തുടക്ക ദിവസങ്ങളിൽ തന്നെ ഇവർ ഈ ആഴ്ചയിൽ കൈവരിക്കാവുന്ന നേട്ടങ്ങളൊക്കെ തന്നെ കൈവരിക്കുമെന്ന് കാണുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ഇവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ടോ ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് അവസരമുണ്ടാകുന്നു. ഓൾറെഡി വിവാഹം കഴിച്ച് ദാമ്പത്യം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അവർക്കിടയിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറുകയും സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ജീവിത പങ്കാളിക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്കും സമ്മാനങ്ങളോ മറ്റോ മനസ്സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങളോ സംഭവിക്കുന്നു. സാമ്പത്തികമായിട്ട് സഹായമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ പഠനമോ ജോലിയോ ആ കാര്യത്തിലും വളരെ പ്രോഗ്രസീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിദേശത്ത് ജീവിക്കുന്നവർക്കാണെങ്കിൽ അവർക്കും സന്തോഷകരമായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ജോലി സംബന്ധമായോ അവിടെ താമസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിനുമൊക്കെ മാറ്റം വരുന്നു. പൊതുവെ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ ധനപരമായിട്ട് നേട്ടമാണെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത, ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി കലഹമോ പ്രശ്നമോ ഉണ്ടാകാം. അതൊരു പക്ഷേ പ്രണയ ജോഡികൾക്കിടയിലോ വിവാഹ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലോ ആകാം. അതുപോലെ തന്നെ ഇവരുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ചില യാത്രകൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. അതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങളുടെ പുരോഗമനത്തിനായിട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ചില ഫൈനൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള
യാത്രയോ ഒക്കെ ആകാം. അത് എന്തായാലും പൊതുവെ ഗുണമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയുമാകാം. എന്തായാലും ചില വിശിഷ്ട വ്യക്തികളെ കണ്ടുമുട്ടുന്നതായി കാണുന്നു. അവരിൽ നിന്ന് ഇവർക്ക് ഇവരുടെ ജോലി സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ദേശത്ത് പോയി ജോലിയെടുക്കുന്ന കാര്യത്തിലോ ഒക്കെ അന്തിമമായ പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ധനപരമായി ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ നല്ലതാണ്. ആശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് തുടക്ക ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി താരതമ്യേന ഇത്തരം കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. അവസാന ദിവസങ്ങൾ ഈ പറയുന്ന യാത്ര അല്ലെങ്കിൽ മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5 തീയതി ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതിയും അവസാനത്തെ 2 ദിവസങ്ങൾ ഒഴിച്ച് പൊതുവെയുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പിണങ്ങി നിന്നിരുന്ന വ്യക്തികളോ ഇവരിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, യാതൊരു ആശയും ഇല്ലാതെ ചില കാര്യങ്ങൾ ഇവർ മതിയാക്കിയിരുന്നെങ്കിൽ അതിൽ പ്രത്യാശ ജനിക്കുകയും അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആഴ്ച കടബാധ്യതയിൽ നിന്നും മോചനം കാണുന്നുണ്ട്. ഇവർക്ക് വായ്പ അനുവദിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റെന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഇവർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ ഇവരുടെ ഉദരസംബന്ധമായ രോഗം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളിലുണ്ടായിരുന്ന വേദന, ഇതിനൊക്കെ ശുശ്രൂഷ നടത്തുന്നുവെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് ഫലപ്രദമായ റിസൾട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി മനസ്സിന് തൃപ്തി വരുന്നു. എന്നാൽ ഒപ്പം ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ജലദോഷ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാതസംബന്ധമായ ശല്യവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ ബാക്കി ദിവസങ്ങൾ പൊതുവെ സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും ഗുണമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ചില ജോലിയിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെ തന്നെ ഗുണം ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങളിലും കാണുന്നു. അവസാനത്തെ 2 ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ധനസഹായം ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണമായിട്ട് കാണുന്നത്. ആദ്യ പകുതിയിൽ സന്താനങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ശാരീരികമായ അവശതകളോ ഉണ്ടാവാം. പഠന സംബന്ധമായ കാര്യങ്ങളിൽ അലസതയുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് മാനസികമായ വിഷമമോ ഉണ്ടാകാം. അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. അത് മനസ്സിനെ വിഷമിപ്പിക്കാം. അകാരണമായ ദുഃഖം മനസ്സിനെ ബാധിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ചില ആഗ്രഹങ്ങളും ചില പ്രവർത്തനങ്ങളും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ നൈരാശ്യം ബാധിച്ച് അതിൽ നിന്ന് ഇവർ മാറി നിൽക്കുകയോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. ഈ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നൊക്കെ ഇവർക്ക് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാൻ സാധിക്കും. ഈ നഷ്ടങ്ങളുടെയും ദുസ്വപ്നങ്ങളുടെയും ചാരത്തിൽ നിന്ന് പുതിയ ഒരു ജീവിതം, പുതിയ ഒരു ഔത്സുക്യം, ഒരു ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ ഉണർന്നു വരികയും ബാക്കി ദിവസങ്ങൾ വളരെ പ്രവർത്തന ഫലമുള്ളതും ഗുണമുള്ളതും സാമ്പത്തിക നേട്ടമുള്ളതും റിസൾട്ട് കൃത്യമായി കിട്ടുന്നതുമായ കൃത്യമായി കിട്ടുന്നതുമായ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അവരുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് അവർക്ക് സല്ലപിക്കാൻ സാധിക്കുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ ചില മനോഹര സ്ഥലങ്ങളിൽ യാത്ര പോകാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഗുണമുണ്ടാകുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മതിപ്പും ഇവർക്ക് കേൾക്കാനിട വരുന്നു. അതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആദ്യത്തെ 2-2.5 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. സ്കിൻ സംബന്ധമായ അസുഖമോ അലർജി അസുഖമോ
കർക്കിടക്കൂറിനെ ബാധിക്കാം, കർക്കിടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെ ബാധിക്കാം. അത് പ്രത്യേകമായ ശ്രദ്ധ വേണം. പിതാവിനും ശാരീരികമായ അവശതയ്ക്ക് സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 ഉച്ചകഴിഞ്ഞ് 6, 7, 8, 9 നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് ഗുണകരം. ആദ്യത്തെ ദിവസങ്ങൾ പ്രത്യേകിച്ചും മാതാവിനത്ര നല്ലതല്ല. മാത്രമല്ല മാതൃകുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളോ കാരണവസ്ഥാനത്തുള്ളവരുമായി ഈ നക്ഷത്രക്കാർക്ക്, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. അതുപോലെ ചില അറ്റകുറ്റപ്പണികൾ മൂലം വാഹനത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റൊരു വാഹനം കടമെടുക്കുകയോ ഒക്കെ ചെയ്തായിരിക്കും ഈ ആഴ്ചയിലെ തുടക്ക ദിവസങ്ങൾ ഇവർ സഞ്ചരിക്കേണ്ടി വരിക. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അത് വാടകയ്ക്കെടുത്ത് പോകുന്നതായാലും ശരി, സ്വന്തം വാഹനമായാലും ശരി, ഒരു കരുതൽ വേണ്ടിയിരിക്കുന്നു. ആഴ്ചയുടെ മധ്യ ദിവസങ്ങൾ, അത് മധ്യഭാഗത്തെ ദിവസങ്ങൾ, മിഡിൽ ഡേയ്സ്, അത് വളരെ ഗുണമാണെങ്കിലും മനസ്സിന് അകാരണമായ ഭയമുണ്ടാക്കുന്ന ചില അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത ഈ നക്ഷത്രക്കാരുടെ ബന്ധുക്കളെ ചൊല്ലിയോ സന്താനങ്ങളെ ചൊല്ലിയോ അകാരണമായ ഭയമോ ആശങ്കകളോ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇത്തരം കാർമേഘങ്ങളൊക്കെ നീങ്ങി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസൊക്കെ മാറുന്നു, കടബാധ്യത മാറുന്നു, കുറച്ച് പണം കൂടുതലായി കിട്ടുന്നു, ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ തക്കവണ്ണം സാമ്പത്തികമായ ബലമുണ്ടാകുന്നു, യാത്ര കൊണ്ട് ഗുണമുണ്ട്. പിണങ്ങി നിന്നിരുന്ന വ്യക്തികളോ വിമർശിച്ചിരുന്ന ആൾക്കാരോ തങ്ങളുടെ അടുത്ത് സമീപം സത്യമറിഞ്ഞ് തിരിച്ചെത്തുന്നതായിട്ട് കാണുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ നല്ലതല്ല, അവസാന ദിവസങ്ങളാണ് നല്ലത്. താരതമ്യേന ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 8ഉം 9ഉമാണ്. 5ഉം 6ഉം 7ഉം താരതമ്യേന ഗുണമുണ്ടെങ്കിലും ആശങ്കകളോ ഭയമോ മനസ്സിനെ അലട്ടാം. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലമായി കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സുതാര്യതയും ഊർജ്ജസ്വലതയും കാണിക്കുന്നു, ഉന്മേഷം കാണിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ ഇവരൊക്കെ അകമഴിഞ്ഞ് ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ഇവർ സ്വയം തിരഞ്ഞെടുത്ത പാതകളിലോ ഇവർക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയും, അതായത് ഈ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഇവർക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയും അത് സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവരുടെ കർമ്മരംഗത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് ഇവർക്ക്, തൊഴിൽ സ്ഥലത്ത് ഇവർക്ക് കൂടുതൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. അത് വരും കാലങ്ങളിൽ ഇവരുടെ സാമ്പത്തിക നേട്ടത്തെയും ജോലിയിലെ ഉറപ്പിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവർക്ക് ഈ വയറിൻ്റെ മധ്യഭാഗങ്ങൾ, വാരിയെല്ലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വായു സംബന്ധമായ ക്ഷോഭമാകാം, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആകാം. എന്നാലും തൽക്കാലത്തേക്ക് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തൽക്കാലത്തേക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അത് മാനസികമായി വിഷമമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും നേരിയ തോതിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് കാണുന്നു. വാഹനം സൂക്ഷിച്ചോടിക്കണം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ജീവിതശൈലികൾ മാറ്റാൻ ശ്രമിക്കുക. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക. തുടക്ക ദിവസങ്ങളിലെ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഇവർക്ക് ഈ മാസം തന്നെ നിലനിർത്താൻ തക്കവണ്ണമുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അത്തരം ഒരു പ്രവർത്തനക്ഷമതയും ആരോഗ്യവും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയും ഇവർക്ക് ഉണ്ടായിരിക്കുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട വിശേഷം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, കന്നിക്കൂറിനെ സംബന്ധിച്ച ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 3, 4, 5 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഗുണകരമായ ദിവസങ്ങൾ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയ ചില മടുപ്പോ ചില മനോവിഷമം കൊണ്ടുണ്ടാകാവുന്ന വാക്കുകൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില വൈഷമ്യങ്ങൾ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. പ്രത്യേകിച്ചും തൊട്ടടുത്ത ആൾക്കാരുമായിട്ടോ അടുത്ത ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടോ ഒക്കെ എന്തെങ്കിലും കശവിശയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ
ധനം വരുന്ന കാര്യത്തിൽ ഒരു ദോഷവും കാണുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി ധനപരമായ കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ധനാഗമനം ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ അത് കാണുന്നു. ഇഷ്ടപ്പെട്ട രംഗത്തു തന്നെ അവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ആയാലും ഗുണമുണ്ട്. സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് വരുമാന സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം മധ്യ ദിവസങ്ങൾ, അതായത് മിഡിൽ ഡേയ്സ് ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തനത്തിലെ ഇവരുടെ വിജയത്തിനും ചില പുതിയ തീരുമാനങ്ങൾ വഴി ഇവർക്കുണ്ടാകാവുന്ന ലാഭത്തിനുമൊക്കെ ഉദാഹരണങ്ങളാണ്, വിജയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ മിഡ് ഡേയ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ചൊവ്വ ഉച്ചയ്ക്ക് ശേഷം ബുധൻ വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കണം. വാഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ കശപിശയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവുമൊത്ത് യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ എന്ന് പറയുന്നത് മുഖം ശ്രദ്ധിക്കണം. മുഖത്ത് ചെറിയ ശാരീരികമായ അവശത, കണ്ണിനോ മൂക്കിനോ ചുണ്ടിനോ പല്ലിനോ ചെവിക്കോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ, തൊണ്ടയ്ക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ അലർജിയോ ഒക്കെ ആകാം. വലിയ ഗുരുതരമുള്ള സംഭവങ്ങളൊന്നുമല്ല, അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്നാൽ ചൊവ്വയുടെ രാശി ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന അത്രമേൽ ജാതകം പ്രശ്നമാണെങ്കിൽ ഉണ്ടാകാവുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 ഉച്ച കഴിഞ്ഞ് 6, 7 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് ചില പ്രത്യേക സഹായങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവരുടെ വിവാഹ സംബന്ധമായ കാര്യത്തിൽ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. അതുമല്ലെങ്കിൽ ഇവരുടെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത സ്ത്രീ ബന്ധുക്കളിൽ നിന്നോ സഹായമുണ്ടാകുന്നു. അതല്ലെങ്കിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങൾക്ക് അവരുടെ പുരുഷ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നിന്നോ ഗുണമുള്ളതായിട്ട് കാണുന്നു. വളരെ ശ്രേഷ്ഠമായ ചില ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. വിവാഹം ഒരു ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. എന്നാൽ വിവാഹം നടന്നില്ലെങ്കിൽ പോലും കാര്യമായ ചില പുരോഗതികൾ ഇവരുടെ കർമ്മരംഗത്തോ ഇവരുടെ വരുമാന രംഗത്തോ ഉണ്ടാക്കാൻ തക്കവണ്ണം ഇത്തരക്കാർക്ക് സ്വാധീനിക്കാൻ സാധിക്കും വൃശ്ചികക്കൂറിനെ എന്നുള്ളതാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളും ഗുണകരമാണ്. ഏകദേശം 4.5 ദിവസത്തോളം ഈ ആഴ്ചയിൽ വൃശ്ചികക്കൂറിന് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ പുതിയ ഒരു ദിശാബോധം വരുന്നു, കാഴ്ചപ്പാട് വരുന്നു. അത് തങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റാൻ തക്കവണ്ണം കഴിവ് പ്രകടിപ്പിക്കുന്ന ഒന്നായി മാറുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശംസയും അനുമോദനങ്ങളുമൊക്കെ ജനസമ്മതിയുമൊക്കെ ഇവർക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ചില ഹ്രസ്വ യാത്രകൾ നടത്തുന്നു, അത് വിജയത്തിലെത്തുന്നു ഒക്കെയായിട്ട് കാണുന്നുണ്ട്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5 ഉച്ചവരെ, ശേഷം 8ഉം 9ഉം ഗുണകരമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ച പൊതുവേ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ മിഡിൽ ഡേയ്സ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ, നടുക്കു വരുന്ന ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. ചൊവ്വാഴ്ച ഉച്ച മുതൽ ഇവർക്ക് ഏകദേശം വ്യാഴം ഉച്ചവരെയും അല്ലെങ്കിൽ വെള്ളി മുതൽ അങ്ങോട്ട് ദോഷമേ കാണുന്നുള്ളൂ. വെള്ളി മുതലാണ് എന്തെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ വരാൻ സാധ്യത. തിങ്കൾ, ചൊവ്വ അത്ര ഗുണമല്ലെങ്കിലും ചൊവ്വാഴ്ച ഉച്ച തൊട്ട് ബുധൻ, വ്യാഴം ഫുള്ളായിട്ട് ഇവർക്ക് ഗുണം കാണുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമാണ് കൂടുതലായിട്ട് കാണുന്നത്. ലോട്ടറി വരെ അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഇവരുടെ കർമ്മരംഗങ്ങളിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പുതിയ ചില പ്രവർത്തന മേഖലകളിലേക്ക് ഇവരെ നിയോഗിക്കുന്നതായിട്ട് കാണുന്നു. അത് ഇവരുടെ കർമ്മരംഗത്തുള്ള ഇവരുടെ പുരോഗതിയാണ് കാണിക്കുന്നത്. മേലധികാരികളുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവരുടെ ജോലിയിൽ നല്ല ഉറപ്പുണ്ടാകുകയും അത് സാമ്പത്തികമായ കൂടുതൽ വരവിന് കാരണമാവുകയും ചെയ്യുന്നു. പുതിയ തീരുമാനങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവർ തന്നെ എടുക്കുന്ന ബുദ്ധിപരവും ക്രിയാത്മകവുമായ ചില തീരുമാനങ്ങൾ ഇവരുടെ ജോലിയെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വ്യക്തിത്വം നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മറ്റുള്ളവരുടെ മേൽ നല്ല ഇംപ്രഷൻ അടിച്ചേൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സ്വാഭാവികമായും അത് വിജയത്തിൻ്റെ ഒരു മാറ്റമായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയും കടന്നു വരുന്നു.
ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 ഉച്ച കഴിഞ്ഞ് 6, 7 നല്ല ദിവസമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്നും കാണുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഈ മൊത്തത്തിൽ ഗ്രഹങ്ങളുടെ നില അത്ര ഗുണകരമല്ലെങ്കിലും ശനിയുടെയും അതുപോലെ തന്നെ ശനി നോക്കുന്ന 9ാം ഭാവത്തിൻ്റെയും അനുഗ്രഹമാണ് ഇവർക്ക് ഗുണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് വരുമാന സ്ഥാനത്ത്, പ്രത്യേകിച്ചും ഇവരുടെ പിതാമഹന്മാരുടെയൊക്കെ അനുഗ്രഹം, ഇവരുടെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ദോഷവും വരുന്നില്ല. സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടി വർധനവ് കാണുന്നുണ്ട്, വരുമാന വർധനവ് കാണുന്നുണ്ട്. അതുപോലെ ചില യാത്രകൾ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ഈ ആഴ്ചയിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ സാധിക്കുന്നു. ആഴ്ചയുടെ മിഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബുധൻ, വ്യാഴം ദിവസങ്ങൾ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ചില യാത്രകൾ ഈ ദിവസങ്ങളിൽ നടത്തിയാൽ ഗുണകരമല്ലാതെ ആവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളുടെ രോഗാവസ്ഥകൾക്ക് ഇവർക്ക് പണം മുടക്കേണ്ടി വന്നേക്കാം ആശുപത്രിയിൽ. അതല്ലെങ്കിൽ ചില മീറ്റിങ്ങുകളോ ചില പാർട്ടിയോ ഒക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാലും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാന 2 ദിവസങ്ങളും ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതാണ്. ചിലവാകുന്നതിൻ്റെ ഇരട്ടി പണം ഇവരിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. ആശങ്കകളുണ്ടാകും ഈ ആഴ്ച, അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ മിഡ് ഡേയ്സിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഗുണമുള്ള ദിവസങ്ങൾ, ശാരീരികമായ കാര്യം പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ച് ഹൃദയം, നയനങ്ങൾ, ഞരമ്പുകൾ ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ പിതാവിന് ശാരീരിക അവശത, മുഖവും ശ്രദ്ധിക്കണം ഇത്തരക്കാർ. മുഖത്തിൻ്റെ സ്കിന്നിന് അലർജി അസുഖങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയോടും തീയോടും വളരെ സൂക്ഷിച്ചിടപെടണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 3, 4, 5 ഉച്ചവരെ, ശേഷം 8, 9 ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ മാത്രമാണ് ഇവർക്ക് അല്പമെങ്കിലും മോശമെന്ന് പറയാവുന്നത്. തുടക്ക ദിവസങ്ങൾ ഇവരുടെ കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗത്തുള്ള ദിവസങ്ങൾ, നടുക്കത്തെ ദിവസങ്ങളിൽ ഇവർക്ക് നല്ല വരുമാന സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ജോലിക്ക് പുറമേ ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് നല്ല വരുമാനം കാണുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പക്കൽ നിന്നും പണം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ചില നറുക്കെടുപ്പുകളിൽ ഇവർക്ക് വലിയ വിജയമുണ്ടാകുന്നതും ഭാഗ്യമുണ്ടാകുന്നതുമായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയത്തിലെത്തുന്നതായിട്ട് കാണുന്നു. അതിൽ നിന്ന് ധനപരമായ നേട്ടവും ഉണ്ടാകുന്നു. ആശിച്ച കാര്യങ്ങളൊക്കെ കൈക്കലാക്കാൻ സാധിക്കുന്നു. പൊതുവേ ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. അവസാനത്തെ 2 ദിവസങ്ങളാണ് ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ. ചില യാത്രകൾ നടത്തുന്നത് അവസാനത്തെ 2 ദിവസങ്ങൾ ഒട്ടുമേ പാടില്ല. അന്നത്തെ ദിവസങ്ങളിൽ അത് ചിലപ്പോൾ കലഹത്തിലോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള യാത്രയോ ഒക്കെ ആകാം. അവസാനത്തെ 2 ദിവസങ്ങൾ പ്രവർത്തനങ്ങളിൽ നിന്നും അല്പം വൈമുഖ്യം കാണിക്കുന്നതാണ് നല്ലത് എന്ന് കുംഭക്കൂറിനോട് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ അതുവരെ ചെയ്ത കാര്യങ്ങളെയൊക്കെ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ ചില കുപ്രസിദ്ധി നേടിക്കൊടുക്കാൻ സാധിക്കും എന്ന് കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അവസാന ദിവസങ്ങൾ പരിപാലിക്കുക എന്നതാണ് കുംഭക്കൂറിനോട് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 3, 4, 5, 6, 7 നല്ല ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ, 2.5 ദിവസങ്ങൾക്ക് ശേഷം ഈ ആഴ്ച പൊതുവേ ഇവർക്ക് ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇവരുടെ വരുമാന മാർഗവും കർമ്മമാർഗവുമാണ് കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത് അത് ഇവർക്ക് നേടാൻ സാധിക്കും. പ്രധാനമായും വീട്ടിൽ ചില അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കും. പുതിയ IT ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സാധിക്കും. അതുപോലെ ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന, പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന എന്തെങ്കിലും ഭവിഷ്യത്തുകൾ, കുറവുകൾ അതൊക്കെ പരിഹരിച്ച് കൂടുതൽ ഷാർപ്പായിട്ട് ഇവരുടെ കർമ്മമേഖലയെ പ്രവർത്തനക്ഷമമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. അതിനനുസരിച്ച് വരുമാന വർധനവുമുണ്ട്. നല്ല വരുമാന വർധനവ് ഈ ആഴ്ചയിൽ ഇവർക്കുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ
കർമ്മത്തിൻ്റെ കാര്യത്തിലും ലാഭത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് വലിയ ഗുണമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, യാത്ര കൊണ്ട് ഗുണം, കാരണവസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം, കുടുംബവുമായി ബന്ധപ്പെട്ട് ചില എന്താ പറയണ്ടേ, ഈ ഭാഗം വയ്ക്കലോ ഒക്കെ ഉണ്ടാകും. അതിന് ഇവർക്ക് അനുകൂലമായ ഗുണമാണ് കാണുന്നത്. മാതൃകുടുംബത്തിൽ നിന്നോ പിതൃകുടുംബത്തിൽ നിന്നോ ധനസഹായം. എന്നാൽ അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതായി വരികയോ അവരുമായി കലഹിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. ലോവർ അബ്ഡമിൻ ഭാഗത്തും ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്ഷനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വിധേയരാകേണ്ടി വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 ഉച്ചകഴിഞ്ഞ് 6, 7, 8, 9 ആണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുക. കറുത്ത പട്ടുവസ്ത്രം ശനിദേവനോ ധർമ്മശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വ്യാഴാഴ്ച വ്രതശുദ്ധി പാലിക്കുക. മഹാവിഷ്ണു സ്വാമിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയോ നെയ്വിളക്ക് കത്തിക്കുകയോ പാൽപ്പായസ നൈവേദ്യം നടത്തുകയോ ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് കർഗമാല അർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക മഹാഗണപതിക്ക്. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് 100 പാലും കഴിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.